ലിസ്ബത്ത് വെള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിൽ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കുക്കർ ബിരിയാണിയാണ്. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, നമ്മൾ ഈ കുക്കറിൽ തയ്യാറാക്കുമ്പം ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന അരിയുടെയും കുക്കറിൻ്റെ വലിപ്പത്തിൻ്റെയും ഒക്കെ വെച്ചിട്ട് ചിലപ്പോൾ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം. അപ്പോൾ ഞാൻ ചെയ്ത രീതിയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ എടുത്തിരിക്കുന്ന അരി ഇതാണ്. ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 240 ml കപ്പിന് 1.5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം 300 ഗ്രാം വരും. അത് നല്ല കഴുകി വൃത്തിയാക്കി വയ്ക്കണം. വെള്ളത്തിൻ്റെ അളവും കൂടി പറയാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. ആ ഒരു പാകത്തിനാണ് നമ്മൾ എടുക്കേണ്ടത്. സാധാരണ നമ്മൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ചേർക്കാറുണ്ട്. കുക്കറിലായതുകൊണ്ട് അത്രയും ആവശ്യമില്ല. 1 കപ്പിന് 1.5 കപ്പ് മതി. പിന്നെ എടുത്തിരിക്കുന്നത് 500 ഗ്രാം ചിക്കനാണ്. അത് നല്ലതുപോലെ കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്ത് കുറച്ച് ഉപ്പ്, പേരിന് മാത്രം ഉപ്പും തിരുമ്മി വയ്ക്കാവുന്നതാണ്. 2 സബോള നൈസായിട്ട് അരിഞ്ഞത്, ഒരു വലിയ തക്കാളി അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കണം. പിന്നെ എരിവിനായിട്ട് നമ്മളിവിടെ പച്ചമുളകാണ് ഉപയോഗിക്കുന്നത്. ഞാൻ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവ് നിങ്ങളുടെ ഒരു പാകത്തിന് നിങ്ങൾ ചേർക്കണം. പിന്നെ 4 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, പിന്നെ 10 നട്ട്സ് വേണം. അത് നമ്മൾ നേരത്തെ തന്നെ ഒന്ന് സോക്ക് ചെയ്ത് വയ്ക്കണം. 1.5 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ 1.5 പിടി മല്ലിയില, 1 പിടി പുതിനയില, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ വറുത്ത് ചേർക്കാൻ ഒരു വലിയ സവോള നൈസായിട്ട് നീളത്തിലരിഞ്ഞത്, കുറച്ച് നട്ട്സും, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗീ വേണം. പിന്നെ ഓയിൽ ഏതോ ഓയിലായാലും കുഴപ്പമില്ല. ഞാനിവിടെ കോൺ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇനി പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അതിനുശേഷം തക്കാളി നല്ലതുപോലെ അരച്ചെടുക്കാം. പിന്നെ തൈരും നട്ട്സും അതും സെപ്പറേറ്റ് അരച്ചെടുക്കണം. ഇനി കുക്കർ അടുപ്പിൽ വയ്ക്കാം. ചൂടായി കഴിയുമ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഇനി വറുക്കാനായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ഇട്ട് നല്ലതുപോലെ വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വറുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. കരിയാതെ സൂക്ഷിക്കണം. ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതും വറുത്തത് കോരിയെടുക്കാം. അതിനുശേഷം ആ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നട്ട്സും കൂടി ഇട്ടിട്ട് അതും വറുത്തെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഓയിൽ കുക്കറിൽ നിന്ന് കംപ്ലീറ്റ് മാറ്റുക. 1 ടേബിൾ സ്പൂൺ ഗീ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗീ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഈ ഉള്ളി വറുത്ത ഓയിലുണ്ടല്ലോ, അതിൽ നിന്ന് കുറച്ച് ഓയിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക് എല്ലാം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റണം. അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതും നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. എന്ന് വെച്ചാൽ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. അതിൻ്റെ പച്ചപ്പെല്ലാം മാറി നന്നായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. അത് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. മല്ലിപ്പൊടി ഇട്ടൊന്ന് ഇളക്കുമ്പോഴത്തേക്ക് അത് ചൂടാവും. കുറച്ചല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അത് വഴണ്ട് വന്നോളും. അതിനുശേഷം ബാക്കിയുള്ള പൊടികളും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറണം. അത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത് അതിൻ്റെ വെള്ളമെല്ലാം പറ്റി നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. എണ്ണ തെളിഞ്ഞ് വരണം. ഇതുമെല്ലാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. കുറച്ച് നല്ലോണം അരഞ്ഞിരിക്കുന്നതല്ലേ, അതുകൊണ്ടെല്ലാം പെട്ടെന്ന് റെഡിയാവും. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഒത്തിരി ഒന്നും ഇടരുത്, കാരണം ഓൾറെഡി നമ്മൾ ചിക്കനിൽ കുറച്ച് തിരുമിയതാണ്. അതുകൊണ്ട് അതനുസരിച്ച് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറവാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. അതും ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നട്ട്സ് അതിൽ ചേർത്ത് കൊടുത്ത് അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കഴിഞ്ഞ്
ഒരു മീഡിയം ഫ്ലെയിമിലിടുക. മീഡിയം ഫ്ലെയിമിലിടണം, ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമ്മൾ വേറൊരു അടുപ്പിൽ വെള്ളം തിളപ്പിക്കാൻ വയ്ക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പോൾ 1.5 കപ്പ് അരിക്ക് 2.25 കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലോണം തിളപ്പിക്കണം. ആ വെള്ളത്തിലേക്ക് നമ്മൾ കുറച്ച് വിനീഗർ, 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് കുറച്ചും അതും ചേർത്ത് കൊടുക്കണം. ഇനി വെള്ളം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ ചിക്കനൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വെള്ളം നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കണം. അത് കഴിഞ്ഞ് ഈ വെള്ളത്തിൻ്റെ ഉപ്പൊന്ന് നോക്കണം. ഈ വെള്ളത്തിന് പാകം ഉപ്പായിരിക്കണം, എന്നാലാണ് ബിരിയാണി ഉണ്ടാക്കി വരുമ്പോൾ കറക്റ്റ് ഉപ്പ് വരുള്ളൂ. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് കുക്കർ അടച്ചു വയ്ക്കാം. ഇനി സ്റ്റീം വന്നു കഴിയുമ്പം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ സ്റ്റീം വന്നിട്ടുണ്ട്. ഇനി വെയിറ്റ് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും മീഡിയത്തിനും ഹൈയിലും ഇടയിലായിരിക്കണം. ഒരു വിസിൽ വരുന്നിടം വരെ നമുക്ക് വയ്ക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓഫ് ചെയ്യണം. ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി 10 മിനിറ്റ് ഇതുപോലെ തന്നെ ഇവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ആ സ്റ്റീം കളയുകയാണ്. കുറച്ച് സ്റ്റീം അതിൻ്റെ ഉള്ളിലുണ്ട്, അത് കളയാം. കംപ്ലീറ്റ് പോയതിന് ശേഷം കുക്കർ തുറക്കാം. ഇപ്പം കണ്ടോ, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. എല്ലാം പാകത്തിനാണ്, വെള്ളമൊന്നുമില്ല. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നിങ്ങൾ തുറക്കുമ്പോൾ വേവ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഈ ചൂടോടെ ഒരിക്കലും ഇത് നിങ്ങൾ ഇളക്കരുത്. ഇളക്കിയാൽ കുഴഞ്ഞു പോകും. ഇപ്പം നമുക്ക് ചിലപ്പോൾ വെന്ത് പോയെന്നൊക്കെ ചിലപ്പോൾ തോന്നാം. ഇത് നമ്മൾ ഉടനെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ കമത്തിയിടുക. കമത്തിയിട്ട് കുറേ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിത് പതുക്കെ ഇളക്കാവുള്ളൂ. ഇനി കട്ട പോലെയൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളൊരു ഫോർക്ക് വെച്ച് പതുക്കെ ഒന്ന് വിടിയിക്കുക, അല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഒന്ന് വിടിയിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ആ പറഞ്ഞ രീതി ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, നല്ല ചോറാണ്, കറക്റ്റ് വേവുമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ കുക്കറിൽ ഉണ്ടാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഈ ചെയ്ത മസാലയിൽ നിങ്ങൾ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.